എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ലൈനിൽ ഷൈനി എന്ന ഒരു യുവതി അവരുടെ 2 പെൺകുട്ടികളുമായി ചേർന്ന് ഓടുന്ന ട്രെയിനിന് മുന്നിൽ അവർ 3 പേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് ജീവനൊടുക്കി എന്ന വാർത്ത കേരളത്തെ നടുക്കിയത്. അതിനോട് ബന്ധപ്പെട്ട് അനേകം അഭ്യൂഹങ്ങൾ പരക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. ഒന്ന്, നല്ലൊരു വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങിയ ഒരു പെൺകുട്ടി നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു പോകുന്നു. 2 കുട്ടികൾ അവർക്ക് ജനിക്കുന്നു. അതിനിടയിൽ ഭർത്താവ് അവരെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ കേട്ടത്. അടുത്ത് നടക്കുന്ന സംഭവം, അവരൊറ്റയ്ക്ക് ഒരു ജോലി തേടി നടക്കുന്ന ഒരവസ്ഥ. അവർക്ക് ജോലി നിഷേധിക്കുന്ന സഭ അല്ലെങ്കിൽ സഭ ഉൾപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ. സഭ അവരെ വേണ്ടത്ര നിലയിൽ പരിഗണിക്കുന്നില്ല. ഇത്യാദി വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ മാത്യു സാമുവേലും മറുനാടൻ മലയാളിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ വളരെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിവാഹം കഴിച്ചു പോയ ആ പെൺകുട്ടി 9 വർഷത്തോളം അവര് ജോലിക്ക് പോകാതിരുന്ന ഒരു അന്തരീക്ഷം അവർക്കുണ്ടായി. അതിന്റെ പുറകിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. നഴ്സിംഗ് പഠിച്ച ഒരു പെൺകുട്ടി, അവർക്ക് ജോലിക്ക് പോകാൻ അനുവാദമില്ലാത്ത ഒരു ഫാമിലിയിൽ അവർ ചെന്നുപെട്ടിരിക്കുന്നു. നാളുകൾ കഴിഞ്ഞ് 2 കുട്ടികളും കൂടി ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാനും കഴിയാത്തൊരു അന്തരീക്ഷം. ഹസ്ബൻഡ് അയാളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു കൊച്ചു കാര്യമല്ല. ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു വല്ലാത്ത പ്രതിഭാസമാണിത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹായവും ഇത്തരത്തിലുള്ള സഹോദരിമാർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. മുതലക്കണ്ണീരൊഴുക്കാൻ ഇപ്പൊ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ഇവരുടെ മരണശേഷം ഇറങ്ങുന്നതിൽ വലിയ കാര്യമില്ല. ഞങ്ങളുടെ അടുക്കൽ ഒത്തിരി പേര് കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഇവരൊക്കെ ഞങ്ങൾക്ക് ഒരു പരിധി വരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമുക്ക് സഹായിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ഇവിടെ ഗവൺമെന്റിന് മുൻകൈയെടുത്ത് ഈ വിഷയങ്ങളിൽ സഹായിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നിയമങ്ങളുടെ കുരുക്കുകളും ഇങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള എന്തൊക്കെയോ സൗകര്യക്കുറവുകളും നമ്മുടെ ഗവൺമെന്റിന് നിശ്ചയമായിട്ടുമുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാക്ഷര കേരളത്തിലും അവർ അടിമകളായി കഴിയേണ്ടി വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തീർത്തും ഭർത്താവിന്റെ അടിമയായി കഴിയുക. എന്റെ അടുക്ക് പണ്ടൊരിക്കൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ഫാമിലി, പെൺകുട്ടി എഞ്ചിനീയർ ആണ്. ചെറുക്കനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അവൾ ജോലിക്ക് പോയിട്ട് വന്നാൽ വീടിന്റെ ഫ്രണ്ട് വാതിൽ കടന്ന് അകത്ത് കടക്കുമ്പോൾ വലത് സൈഡിൽ ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിന്റെ മുകളിൽ അവൾ മൊബൈൽ വെക്കണം. പിന്നീട് അവൾക്ക് മൊബൈലിൽ സംസാരിക്കാൻ അനുവാദമില്ല. അവൾ പിന്നെ വീട്ടിൽ താമസിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ജോലിക്ക് വേണ്ടി പോകാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഫോൺ എടുക്കുക, പോവുക. ഇത്തരത്തിൽ ഒരു ഭ്രാന്തന്റെ കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കേരളത്തിലെ കാര്യമാണ്. അടുത്തൊരു കാര്യം ആ കുട്ടിയുടെ കാര്യം തന്നെയാണ്. അവൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അവൾക്ക് താല്പര്യം തോന്നി 2 ചെടി മേടിച്ചോണ്ട് വന്നു. ചെറിയ ചെടിച്ചട്ടിയിൽ 2 ചെടി. അപ്പോൾ ഇവൻ ആദ്യം ചെയ്യിപ്പിച്ചത് ആ ചെടി അതിൽ നിന്ന് പറിച്ചെടുത്ത് മാറ്റിവെപ്പിച്ചു. എന്നിട്ട് ആ ചെടിച്ചട്ടിയിലെ മണ്ണ് മുഴുവൻ കളയിപ്പിച്ചു. എന്നിട്ട് അതിനെ വൃത്തിയാക്കി കഴുകി ആ ചെടിച്ചട്ടി കമഴ്ത്തി വെപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ അവളുടെ ഇഷ്ടത്തിനൊരു ചെടി വെക്കാൻ അനുവാദമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അന്തരീക്ഷം. ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞു, ഇവന് മാനസിക രോഗമാണ്,
ഇവനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അന്ന് അവർ കേട്ടില്ലെങ്കിലും പിൽക്കാലത്ത് അവർക്ക് ഡിവോഴ്സിലേക്ക് പോകേണ്ടി വന്നു. പോലീസ് കേസും ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പിൽക്കാലം പോകേണ്ടി വന്നു. ഇതിനകത്തെല്ലാം ഇവർ നിയമക്കുരുക്കുകളാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട്. ഞാനത് പിന്നീട് സംസാരിക്കാം. അടുത്ത ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടിയെ നിങ്ങൾ കാറ് വല്ലതൊക്കെ പഠിപ്പിക്കണം. അപ്പോ ആ പെൺകുട്ടി പറയുകയാണ്, ഭർത്താവ് പറയുന്നത്, നിനക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി മേടിച്ചു കൊടുത്തത് ഈ പെൺകുട്ടിയുടെ അപ്പനാണ്. ആ വണ്ടി അവൾക്ക് ഉപയോഗിക്കാനുള്ള യോഗ്യത ഇല്ലെന്നൊരുത്തൻ പറയണമെങ്കിൽ അവനൊരു സാധാരണ മാനസിക രോഗിയല്ല. പേരൂർക്കടയിൽ എടുക്കണമെങ്കിൽ പിന്നെയും എവിടെങ്കിലുമൊക്കെ പോയി ചികിത്സ കഴിഞ്ഞാലേ എടുക്കത്തുള്ളൂ. കാരണം അത്തരത്തിൽ അവൻ മാനസിക രോഗിയാണ്. ഇമാതിരിയുള്ള മാനസിക രോഗികളുടെ കീഴിൽ ജീവിക്കുന്ന പെൺപിള്ളേർ ഇന്നുണ്ട് കേരളത്തിൽ. അത് വേദനാജനകമാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് നിശ്ചയമായും അവർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അവർ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ അവകൾ കൃത്യമായി അവർക്ക് അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടാവണം. അതിന്റെ ഒരു ബലഹീനത നമ്മുടെ രാജ്യത്തിനുണ്ട്. അപ്പൊ ചില മാത്യു സാമുവേലിന്റെ പരാമർശം അനുസരിച്ച് പെന്തക്കോസ്റ്റുകളിൽ ആത്മഹത്യ കുറയുന്നതിന് കാരണം ഇമാതിരി ഉള്ളവർക്ക് ഒരുപാട് ധനസഹായം അടന്നു കൊടുക്കുന്നതാണ്. വളരെ തെറ്റാണ്. പെന്തക്കോസ്റ്റ് സഭകൾ കൊടുക്കുന്നത് ധനസഹായമല്ല. ചെറുതായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും, അല്ലാതെ ഗൗരവമായ നിലയിൽ ഒരു ധനസഹായവും ആർക്കു വേണ്ടിയും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ വരുന്നവരെ അവർ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൽ ഉറപ്പിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുവാനുള്ള എല്ലാവിധ ശക്തിയും കർത്താവിൽ നിന്ന് ലഭ്യമാകും. പിന്നെ ബാക്കി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായ കാര്യം. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്ത് സപ്പോർട്ടാണ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഷൈനി, അവൾക്ക് 9 കൊല്ലം വർക്കിന് പോയിട്ടില്ല എന്നുള്ളത് അടുത്തൊരു ജോലി കിട്ടാൻ തന്നെ അവർക്ക് പ്രയാസമായി മാറിയിരിക്കുന്നു. അപ്പൊ 9 കൊല്ലം ആ കുട്ടിയെ ജോലിക്ക് വിട്ടിട്ടില്ല. വീടിനകത്ത് അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നു. ഇടയിൽ മാത്യു സാമുവേൽ പറയുന്നത് കേട്ടു, ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളതായി സൂചനയുണ്ട് എന്ന്. അപ്പോൾ ഇക്കാലത്ത് ഇവകളും നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരാൾ കൗൺസിലിംഗ് വന്നപ്പോൾ അയാൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വെച്ചിരിക്കുകയാണ്. സ്വന്തം ഭാര്യ ഇരിക്കവേ തന്നെ മറ്റൊരാളെ കൊണ്ടു നടക്കുകയാണ്. സ്വന്തം ഭാര്യ കൊണ്ടു നടക്കാൻ അത്ര സൗന്ദര്യം പോരാ എന്നും അതുകൊണ്ട് മറ്റൊരാളെ കൊണ്ടു നടക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളം ഒരു വല്ലാത്ത ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളത് അപകടകരമായ സംഭവമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ ശരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു സംരക്ഷണം ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ സ്ത്രീയെ പീഡിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കേസുകൾ കൊടുത്ത് പുരുഷന്മാരെ ഉപദ്രവിക്കുന്നതും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല, കുടുംബങ്ങൾക്കകത്ത് അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു എന്ന്, സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ 9 വർഷമാകുന്നു ഒരു സിസ്റ്ററെ അവരുടെ ഹസ്ബൻഡ് അവരുടെ മാതാപിതാക്കളുമായി സംസാരിക്കുവാൻ പോലും അനുവദിക്കുന്നില്ല. സ്വന്തം മാതാപിതാക്കളുമായി സംസാരിക്കുവാൻ പോലും അനുവാദമില്ലാതെ ഭർത്താവിന്റെ അടിമത്വത്തിൽ ഒരു സ്ത്രീ കഴിയേണ്ടി വരുന്ന അവസ്ഥ. അത് ആ മാതാപിതാക്കൾക്കെങ്കിലും പോലീസിനെ സമീപിക്കുവാനും അവരുടെ മക്കളുമായി സംസാരിക്കാനും അവർക്ക് അവസരം ഉണ്ടാകണം. അതിന്റെ പേരിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉചിതമല്ലാത്ത നടപടികൾ ഉണ്ടായാൽ അവന്മാരെ ജയിലിനകത്തിടത്തക്കിയ കൃത്യമായ ശിക്ഷിക്കത്തക്ക ശിക്ഷണ നടപടികൾ ഇവിടെ ഉണ്ടാകണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർത്തു നോക്കി, എനിക്ക് 2 പെൺകുട്ടികളാണ്. വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നവൻ മാതാപിതാക്കളെ കാണിക്കില്ലെന്ന് പറഞ്ഞാൽ അതിനോളം ദുരിതം, നരകയാതന എവിടെയാണുള്ളത്? അപ്പോൾ അത്തരത്തിൽ
പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് വഴി അവരുടെ മാതാപിതാക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇവകൾക്കെല്ലാം വളം വെക്കുന്നത് ഒറ്റൊരുത്തന്റെ ദുശാഠ്യമാണ്. അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. ഒരുപാട് പേരെ വേദനിപ്പിക്കുന്ന അവൻ. ഇതെന്താ ഗുണ്ടായിസമാണോ കുടുംബജീവിതം? അപ്പൊ കുടുംബജീവിതത്തിനകത്തെ ഗുണ്ടായിസങ്ങൾ കൃത്യമായ നിലയിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധയിൽ വരുവാനും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാനും അവകൾക്ക് കൃത്യമായ നിലയിൽ പരിഹാരമുണ്ടാകാനും കഴിയുന്ന സെല്ലുകൾ നമുക്കുണ്ടാകണം. ഇപ്പോൾ ഇവിടെ ആൾക്കാർ പേടിക്കുന്നത്, അയ്യോ ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്. ആ ഭയം മാറണം. അത് മാറത്തക്കൊരു നിലപാടുണ്ടാകണം. സ്വന്തം മകൾ ഭർത്താവിന്റെ വീട്ടിൽ ഉപദ്രവിക്കപ്പെടുന്നു എന്നും വേദനിക്കുന്നു എന്നും അറിഞ്ഞിട്ടും അവനോടൊത്ത് ജീവിക്കേണ്ടുന്ന ഒരു നിവർത്തികേട് കാരണം അവൾക്കും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾക്കും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന എത്ര കുട്ടികളാണ് ജീവിക്കുന്നത്. അപ്പോൾ അമ്മാതിരി ഒരു ജന്മമാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട കുട്ടിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അപകടകരമാണ്. എനിക്കൊരുത്തനെ അറിയാം. അവൻ 4 കല്യാണം കഴിച്ചു. ഓരോന്ന് കഴിക്കും, പതുക്കെ അവരുടെ കാശെല്ലാം കൈക്കലാക്കും, അവരെ പതിയെ അഡ്ജസ്റ്റ് ചെയ്തവൻ ഉപേക്ഷിക്കും. അതിനുള്ളൊരു കഴിവ് അവനുണ്ട്. അവൻ 4ാമത്തെ കല്യാണം കഴിച്ച് പെൺകുട്ടിയോടുകൂടെ ജീവിക്കുന്ന കാലം ഇവൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ഞാൻ അവനെ കുറച്ചു ദിവസം എന്റെ പരിധിയിൽ ഞാൻ അവനെ നിർത്തി. ആ കുടുംബം എങ്ങനെയെങ്കിലും ശരിയാക്കി കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അവൻ വളരെ ബുദ്ധിപൂർവം ആ പെൺകൊച്ചിനെ ചതിച്ചു. എന്ന് പറയാൻ നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകൊച്ചാണ്. ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലാത്തവനാണ്. പക്ഷേ അവൻ അവരോട് പറഞ്ഞിരിക്കുന്നത് അവൻ MBA-കാരനെന്നാണ്. കള്ളത്തരം പറഞ്ഞൊപ്പിക്കാൻ വളരെ മികവുള്ള ഒരു ചെറുക്കൻ. 4ാമത്തെ കെട്ട് അവൻ സുന്ദരമായി കെട്ടുക. ഓർക്കണം, കയറിക്കിടക്കാൻ അവനൊരു വീടില്ല, സ്വന്തമായിട്ടൊരു അഡ്രസ് ഇല്ല, അപ്പനില്ല, അമ്മയില്ല, മറ്റാരും തന്നെ ഇല്ല. സംസാരിക്കാൻ തുടങ്ങിയാൽ പിണറായി അവന്റെ അളിയനാണെന്ന് പറയും, ഉമ്മൻചാണ്ടി അവന്റെ ഉപ്പാപ്പനാണെന്ന് പറയും, നരേന്ദ്രമോദി ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറയും, വ്ളാഡിമിർ പുടിൻ ഡെയിലി വിളിക്കാറുണ്ടെന്ന് പറയും. ഇതെല്ലാം പറഞ്ഞ് നിൽക്കാൻ കഴിവുള്ള ഒരു സുന്ദരൻ കള്ളൻ. ആകെ അവന്റെ ജോലി ഒരു 2-3 കൊല്ലം തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. വണ്ടി കയറിയിട്ടുള്ള ആൾക്കാരെ പരിചയമുണ്ട്. യാത്ര ചെയ്ത ഇടങ്ങളിൽ കുറെ ആൾക്കാരെ പരിചയമുണ്ട്. തട്ടിപ്പ് നടത്താൻ വളരെ കൃത്യമായ കഴിവവനുണ്ട്. ഇപ്പൊ ഈ പെങ്കൊച്ചിനെ കെട്ടിയിട്ട് ആ പെങ്കൊച്ചിന്റെ 15-20 പവൻ ഗോൾഡ് അവൻ മുക്കിക്കളഞ്ഞു. അതിനെ പതിയെ അവൻ അകത്താക്കിയിട്ട് ഈ പെൺകുട്ടിയുടെ പേരിൽ തന്നെ അവൻ അത് കൊണ്ടുവച്ചു. അപ്പൊ സ്വാഭാവികമായും ഇവന്റെ യാതൊരു തെളിവുകളും അതിനകത്തില്ല. അങ്ങനെ ഇവൻ അവളുടെ ഗോൾഡ് എല്ലാം കൈക്കലാക്കി. കാശ് മുഴുവൻ ബാങ്ക് ത്രൂ കൊടുക്കാതെ കുറേശ്ശെയായി കൈക്കലാക്കി. വീട്ടിൽ താമസിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഫർണിച്ചർ മേടിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ നിന്ന് 2-3 ലക്ഷം വാങ്ങിച്ചെടുത്തു. എന്നിട്ട് വാങ്ങിച്ചെടുത്ത ശേഷം ആ പൈസ കൊടുത്ത് സാധനം മേടിക്കുമ്പോഴെല്ലാം യവന്റെ പേരിൽ ബില്ല് ചെയ്യും. അപ്പോ എന്നോട് പറഞ്ഞത്, ഒരു കേസ് വന്നാൽ സാധനങ്ങളെല്ലാം എന്റെ പേരിലാണ് ബില്ല്. അപ്പൊ കോടതി ചെന്നാൽ അവനെ ജയിക്കത്തുള്ളൂ, മറ്റാർക്കും ജയിക്കാനൊക്കത്തില്ല. പൈസ മുഴുവൻ കൊടുത്ത ആ കൊച്ചാണ് ബില്ലെല്ലാം എവന്റെ പേരിനാണ് മേടിച്ചിരിക്കുന്നത്. ഇതുപോലെ ആ കൊച്ചിനെ പൂർണ്ണമായി നശിപ്പിച്ച ശേഷം അടുത്ത ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് അപ്പോഴും തന്നെ മാട്രിമോണിയൽ സൈറ്റിൽ അവന്റെ പേരെല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അടുത്ത ഇരയെ പിടിക്കുകയാണ് ജോലി. പിന്നീട് കൃത്യമായി വീട്ടിൽ ചെല്ലത്തില്ല, റൂമിൽ കയറത്തില്ല, ഭാര്യയോട് സംസാരിക്കത്തില്ല. അങ്ങനെ അവളെ മെന്റലി ഹരാസ് ചെയ്ത് എങ്ങനെയെങ്കിലും അവൾ ഇട്ടിട്ട് പോകുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ഇതാണ് അതിനകത്തുള്ള ടെക്നിക്ക്. ഇപ്പൊ ഞാൻ കുറെ ദിവസം കൊണ്ട് നടന്നു നോക്കി ശരിയാകുമെന്ന്. ശരിയായില്ലെന്ന് മാത്രമല്ല, എന്റെ കൂടെ നടന്ന ആൾക്കാരിൽ നിന്ന് സാമ്പത്തികം കൈക്കലാക്കുകയും ചെയ്തു. അപ്പോൾ ഇമാതിരിയുള്ള കള്ളന്മാരുണ്ട്. ഞാൻ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് തരാം. ഇമാതിരിയുള്ള വ്യാജന്മാരുണ്ട്, വളരെ ഡീസന്റ്. അതാ പറഞ്ഞേ, 4 കെട്ടിയതിനു ശേഷം ഒരു ഉളുപ്പുമില്ലാതെ രാത്രിയിൽ പോലീസുകാരുടെ സഹായത്തോടെ
വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് കയറി കുറെ സാധനങ്ങൾ അവന്റേതും അവളുടേതും വാരി അവൻ പതുക്കെ വീട് വിട്ടു. ഇപ്പൊ ആരുടെങ്കിലും കൂടെ താമസിക്കുന്നുണ്ടോ അറിയില്ല. ഏതായാലും ഇത് ഡിവോഴ്സ് ചെയ്തിട്ടില്ല. പതിയെ നാട് വിട്ട് അടുത്ത ഇറയെ തേടി പോയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പൈസയുള്ളതും ഡിവോഴ്സായി നിൽക്കുന്നവരൊന്നും കുഴപ്പമില്ല. പൈസയാണ് ഇവന്റെ നോട്ടം. കുനിയത്തില്ല, നൂരത്തില്ല. കയ്യിലിരിക്കുന്ന മൊബൈലുകളെല്ലാം 1.5 ലക്ഷം വിലയുള്ളത്. ഉപയോഗിക്കുന്ന എല്ലാ സാധനം ബ്രാൻഡഡ് ആണ്. സ്പ്രേ ഉപയോഗിക്കുന്നത് 25,000 രൂപയുടേതാണ്. ജോലി എന്ന് പറയുന്നത് ഇതാണ്. കണ്ണി കാണുന്ന പിള്ളേരെ കബളിപ്പിക്കുക. അവരോട് പറയും എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയില്ല, ആരുമില്ല, ഞാൻ ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്, ജീവിതം മടുത്തു, മരിച്ചാൽ എന്തെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ട് അത്തരത്തിലുള്ള സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് പെമ്പിള്ളേരെ കൊത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കുറുക്കൻ. 5ാമത്തേത് എവിടെയാണ് ഒപ്പിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അതുപോലെ തന്നെ പുള്ളിക്ക് കൃത്യമായി എല്ലായിടത്തെയും പേപ്പറുകളുണ്ട്. മർത്തോമയിലാണോ നേട്ടാ, മർത്തോമയുടെ പേപ്പർ ഉണ്ട്. CSI ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മെമ്പർഷിപ്പിന്റെ പേപ്പർ ഉണ്ട്. പെന്റക്കോസ്റ്റൽ മെമ്പർഷിപ്പിന്റെ പേപ്പർ ഉണ്ട്. കൈ കണ്ട എല്ലാ ചർച്ചിന്റെയും മെമ്പർഷിപ്പിന്റെ പേപ്പർ ഉണ്ട്. വളരെ കൃത്യമായി തന്റെ ഉടായിപ്പ് കാണിക്കാൻ കഴിവും മികവുമുള്ള മിടുക്കൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവാം. പെൺകുട്ടികളെ നിസ്സാരമായി നശിപ്പിക്കുന്ന ഇമാതിരിയുള്ള വ്യാജന്മാർ ഒരുപാട് കേരളക്കരയിലുണ്ട്. പക്ഷെ ഇവരെ കുടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, 5 പിള്ളേര് ചേർന്ന് ഒരു 10ാം ക്ലാസ്സുകാരനെ തല്ലിക്കൊന്നു. അവന്മാർ തമ്മിൽ പറയുകയാണ്, നമ്മൾ കൂട്ടത്തോടെ അടിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ഇത്ര കുഞ്ഞായിരിക്കുമ്പോഴേ കൃത്യമായ വ്യാജം അവർ പഠിക്കുകയാണ്. പോലീസിന് പിടികൊടുക്കാതെ എങ്ങനെ പോകാം എന്നതിനെ കുറിച്ച് അവർ പഠിക്കുകയാണ്. തെളിവ് നശിപ്പിച്ച് എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് അവർ പഠിക്കുകയാണ്. ഇവർ കുടുംബങ്ങളിൽ ഇമാതിരി പരിപാടികൾ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായും ആത്മഹത്യയിലേക്ക് പോവുകയാണ്. 4 പെൺപിള്ളേർ ജീവിതം തകർന്നവർ, 2-3 പേര് കല്യാണം കഴിച്ചുപോയി എന്ന് മനസ്സിലാക്കുന്നു. ഒരു പെൺകുട്ടി ഇപ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി ഇമാതിരിയുള്ള കുറുക്കന്മാർ, ഇത്തരത്തിൽ പെൺപിള്ളേരെ നശിപ്പിക്കുന്നവരുണ്ടെന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. അതിന് കൃത്യമായി ഇവരെ കൂച്ചുവിലങ്ങിടാൻ കഴിയുന്നൊരു സംവിധാനം, നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തിന് ഉണ്ടായേ തീരും. അല്ലാതെ ഇതുപോലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യപ്പെടുകയോ കൊലപാതകം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ മുതലക്കണ്ണീരൊഴുക്കുന്നതിൽ അർത്ഥമില്ല. ഇതിന് സ്ഥായിയായ ഒരു ക്രമീകരണം ഉണ്ടായേ തീരും. ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കും. അതിന് സംശയം വേണ്ട. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിലാണ് ഗവൺമെന്റ് എന്ന് എനിക്കറിയാം. പക്ഷേ മദ്യം വിറ്റിട്ടാണ് ഗവൺമെന്റിന്റെ നിലനിൽപ്പ് തന്നെ. മദ്യം വിറ്റ് ഗവൺമെന്റ് നിലനിന്നുകൊണ്ട് ലഹരിക്കെതിരായി എങ്ങനെ പോരാടുമെന്ന് എനിക്കറിയില്ല. ആ ക്യാമ്പയിൻ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും എന്നും എനിക്കറിയില്ല. മനുഷ്യന്റെ സ്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാകണം. ഉപദ്രവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇമാതിരി തകർക്കപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, വേദനിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇവർക്കെല്ലാവർക്കും സമീപിക്കാൻ കഴിയുന്ന, കൃത്യമായൊരു മറുപടി ലഭ്യമാക്കുവാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടായേ തീരൂ. അതുപോലെ കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതും കൂടുതൽ ടൈം മൊബൈൽ ഉപയോഗിക്കുന്നതും വീട്ടിൽ വളരെ മോശമായി പെരുമാറുന്നതുമായ ഇടപാടുകൾ വരുമ്പോൾ അവർക്കൊക്കെ പോലീസിനെ സമീപിക്കാൻ, പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നല്ല ഇടപെടൽ ഉണ്ടാകാൻ, എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അമ്പെ പരാജയപ്പെടും. ഞാൻ പല കാര്യങ്ങളിലും പോലീസിനെ ഇടപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിള്ളേര് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നത്, മാതാപിതാക്കളെ മർദ്ദിക്കുന്നത്, വീട്ടിൽ കയറാതിരിക്കുന്നത്, ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതിനൊക്കെ ഞാൻ പോലീസിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് അതിൽ ഒരുപാട് നിഷ്ക്രിയത്വം കാണിക്കുന്നതാണ് കാണുന്നത്. ഗൗരവമായി ക്രിയാത്മകമായി ഒന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, പോലീസിന് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ഒരു വേദനാജനകമായ കാര്യമാണ്. അതുകൊണ്ട് ഇമാതിരിയുള്ള ആത്മഹത്യകൾ ഉണ്ടാകുന്ന സമയത്ത് വിലപിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. വളരെ കൃത്യമായ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ ഇപ്രകാരമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇതുപോലെ പെൺപിള്ളേരെ കളഞ്ഞിട്ട് അടുത്ത പെൺപിള്ളേരുടെ പിറകെ പോകുന്നവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കത്തക്ക നിയമങ്ങൾ ഇവിടെ ഉണ്ടാകണം.
അവർക്ക് തക്ക ശിക്ഷയുണ്ടാകുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം അധപ്പതനത്തിലേക്ക് പോകും, നമ്മുടെ കേരളം നാശത്തിലേക്ക് പോകുമെന്നതിന് യാതൊരു സംശയവുമില്ല. റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരുത്തന് തോന്നിയതുപോലെ കെട്ടാനും ഉപേക്ഷിച്ചിട്ട് അർത്ഥവഴിക്ക് പോകാനുമല്ല. മര്യാദയ്ക്ക് പോകുന്നവന്റെ റൈറ്റ് ചതിക്കപ്പെടുന്ന സകലവന്റെ പേരിലും മര്യാദയ്ക്ക് ജീവിക്കുന്നവന്റെ അവകാശങ്ങളെ നിഷേധിക്കുന്നവനെ തക്ക ശിക്ഷ കൊടുക്കുവാനും ഗവൺമെന്റിന് കഴിയണം. അത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. നമ്മൾ കണ്ടല്ലോ, 5 പിള്ളേര് ചേർന്ന് ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് ആ 5 പേരെയും ജയിലിടാൻ നിർവാഹമില്ല, അതിനുള്ള നിയമമില്ലെന്ന്. ഇത്തരത്തിലുള്ള പിള്ളേരെ തുറന്നു വിട്ടാൽ എത്ര പേരാണ് ഇനി കൊല്ലപ്പെടേണ്ടി വരിക? ഇത്ര കൊച്ചിലെ കൊലപാതകം ചെയ്ത് അറപ്പ് തീർന്ന് പുറത്തു വരുന്ന ഈ തലമുറ എങ്ങോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യഗൗരവമായി ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാകണം. സഭകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെ ആരോഗ്യപരമായ ഒരു യൗവന തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയും. അതിലൂടെ നമ്മുടെ രാജ്യം വികസിക്കും, അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം, പ്രവർത്തിക്കാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.